ക്ഷമിക്കണം, ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രധാന വാർത്തകളിലേക്ക് പോകാൻ സാധിക്കില്ല. വാർത്തകളിലേക്ക്. നാദാപുരം തൂണേരിയിൽ CPIM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കോടതി ഇന്ന് വിധി പറയും. എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയാണ് കേസിൽ വാദം കേട്ടത്. നാദാപുരം തൂണേരിയിൽ CPIM പ്രവർത്തകൻ ഷിബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ഇന്ന് വിധി പറയുക. 2015 ജനുവരിയിലായിരുന്നു സംഭവം നടന്നത്. എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതിയാണ് കേസിൽ വാദം കേട്ടത്. സിജു കണ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സിജു, എപ്പോഴേക്കായിരിക്കും വിധി പറയുക? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? സിജു. സൗമ്യ, വളരെ പ്രമാദമായ ഒരു കേസിലാണ് അതിന് വിധി പറയുന്നത്. 2015 ജനുവരി 22 രാത്രിയാണ് നാദാപുരം തൂണേരി വെള്ളൂരിലെ CPIM പ്രവർത്തകൻ ഷിബിനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മുസ്ലിം ലീഗ് ആക്രമണ സംഘമായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. അന്ന് ഷിബിനോടൊപ്പം ഉണ്ടായിരുന്ന 6 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഏതാണ്ട് 2.5 മാസത്തോളം നീണ്ടുനിന്ന വിചാരണക്കൊടുവിലാണ് ഇന്ന് എരഞ്ഞിപ്പാലത്തെ മാറാട് പ്രത്യേക കോടതിയിൽ ജഡ്ജി S കൃഷ്ണകുമാർ ഇതുമായി ബന്ധപ്പെട്ട് വിധി പറയുന്നത്. കേസിൽ ആകെ 66 സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. 151 രേഖകളും 55 തൊണ്ടിമുതലുകളും പരിശോധിച്ചു. പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം രാഷ്ട്രീയവും വർഗീയവുമായ കാരണങ്ങളാലാണ് പ്രതികൾ ഈ കുറ്റകൃത്യം നടത്തിയത് എന്നായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം, പ്രതികളുടെ കൊലയ്ക്ക് ഉപയോഗിച്ച മാരകായുധങ്ങൾ, അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം കോടതി തിരിച്ചറിഞ്ഞിരുന്നു. കൊലപാതകം, വധശ്രമം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏതായാലും കോടതി ചേർന്നയുടൻ ആദ്യമായി പരിഗണിക്കുന്നത് ഈ കേസ് തന്നെയാണ്. സൗമ്യ. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയ RSS സംഘത്തെ പിടികൂടാനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊലവിളി നടത്തിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു അടക്കം 3 പേരെ തിരിച്ചറിഞ്ഞതായി പോലീസ്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഇവർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത്. കൊലവിളി നടത്തിയ RSS പ്രവർത്തകനെ തിരിച്ചറിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന RSS പ്രവർത്തകനായ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുവിനെയാണ് പോലീസ് തിരിച്ചറിഞ്ഞത്. വിഷ്ണു 2 വർഷമായി പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സംഘത്തിലുണ്ടായിരുന്നവർ ചെറുപ്പളശ്ശേരി നെല്ലായ സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരാണെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ആക്രമണത്തിനിരയായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 3 പേർക്കെതിരെയാണ് ഒറ്റപ്പാലം പോലീസ് വധശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്. വധഭീഷണി മുഴക്കിയ വിഷ്ണുവിനോടൊപ്പം ബൈക്കിൽ രക്ഷപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അക്രമികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. സംഭവം നടന്നയുടൻ വിഷ്ണുവും കൂട്ടാളികളും ബൈക്കിൽ തന്നെ രക്ഷപ്പെട്ടതായാണ് സൂചന. ചെർപ്പുളശ്ശേരി സ്വദേശികളായ സുബ്രഹ്മണ്യൻ, കൃഷ്ണൻ എന്നിവരെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം SI R രബീഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജിഷ വധക്കേസിന് പിന്നിൽ അന്യസംസ്ഥാനക്കാരാകാമെന്ന നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെ പത്തനംതിട്ടയിൽ പിടിയിലായ പെരുമ്പാവൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന് പിന്നിൽ സ്ത്രീക്ക് പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജിഷയെ പരിചയമുള്ള ഒരു സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് ജിഷയുടെ വീട്ടിൽ വന്നുപോയിരുന്നുവെന്ന സമീപവാസികൾ നൽകിയ സൂചനയാണ് കൊലപാതകത്തിൽ ഒരു സ്ത്രീക്ക് പങ്കുണ്ടോ എന്ന പോലീസിന്റെ സംശയത്തിന് കാരണം. ജിഷ കൊല്ലപ്പെട്ട ഏപ്രിൽ 28-ന് പരിചിതരോ അല്ലാത്തവരോ ആയ സ്ത്രീകളെ വട്ടോളിപ്പടിയിലെ ജിഷയുടെ വീടിന്റെ പരിസരത്ത് കണ്ടിരുന്നോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജിഷയുടെ ഉച്ചത്തിലുള്ള സംസാരവും തർക്കവും അമ്മയോടാണ് എന്നായിരുന്നു പരിസരവാസികൾ തെറ്റിദ്ധരിച്ചിരുന്നത്. എന്നാൽ അമ്മ ആ സമയത്ത് വീട്ടിലില്ലായിരുന്നുവെന്നത് ജിഷ കൊല്ലപ്പെട്ട് ഏറെ വൈകിയാണ് നാട്ടുകാർ മനസ്സിലാക്കിയത്. പിന്നീട് മഞ്ഞ ഷർട്ടും കറുത്ത പാൻസും ധരിച്ച യുവാവിനെ വീടിനരികിലെ കനാലിലേക്ക് ഇറങ്ങുന്നത് കണ്ടുവെന്നും അതിന് മുൻപുണ്ടായ തർക്കത്തിൽ പുരുഷ ശബ്ദം കേട്ടില്ലായിരുന്നുവെന്നും അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട്. ജിഷയുടെ തോളിന് പിന്നിൽ ചുരിദാർ കൂട്ടിക്കടിച്ച ഭാഗത്ത് കണ്ടെത്തിയ ഉമിനീരും വാതിൽ കൊളുത്തിൽ നിന്ന് ലഭിച്ച രക്തവും നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച തൊലിയിലെ കോശങ്ങളും പുരുഷൻ്റേതാണ് എന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരിച്ചിരുന്നു. അതിനാൽ കൊല നടത്തിയത് പുരുഷനാണ് എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത്. എന്നാൽ അതിലേക്ക് നയിച്ച സംഭവത്തിൽ സ്ത്രീകൾക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് പരിശോധിക്കുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാകാം കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് കരുതുന്നു. അന്വേഷണത്തിനായി വിവിധ സംഘങ്ങൾ അസം, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ തുടരുന്നുണ്ട്. ജിഷയുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ബംഗ്ലാദേശ് സ്വദേശിക്കായും അന്വേഷണം നടന്നുവരുന്നു. പല കാര്യങ്ങളും ജിഷയുടെ അമ്മ രാജേശ്വരിക്കും സഹോദരി ദീപയ്ക്കും അറിയാമെന്നാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഇരുവരും വ്യക്തമായ മറുപടി നൽകാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെപ്പറ്റി ധവളപത്രം തയ്യാറാക്കുന്നതിന് ധനമന്ത്രി തോമസ് ഐസക്കിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തിയേക്കും. UDF സർക്കാരിന്റെ അവസാന കാലത്തെടുത്ത വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്ന മന്ത്രിസഭാ ഉപസമിതി ഇന്ന് ഒരിക്കൽ കൂടി യോഗം ചേരും. കഴിഞ്ഞ ഉപസമിതി യോഗം വിവിധ വകുപ്പുകൾക്ക് ചോദ്യാവലി അയച്ചു നൽകിയിരുന്നു. ലഭ്യമായ ഉത്തരങ്ങൾ മന്ത്രിസഭാ ഉപസമിതി വീണ്ടും പരിശോധിക്കും. മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകേണ്ട ദുരിതാശ്വാസ തുക സംബന്ധിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. വിവിധ വകുപ്പുകളിൽ നിന്നായി PSCക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകൾ എത്രയെന്നും വീഴ്ച വരുത്തിയ വകുപ്പുകൾ ഏതെന്നും മന്ത്രിസഭയിൽ വിലയിരുത്തലുണ്ടാകും. കൊച്ചിയെ ആവേശത്തിലാഴ്ത്തി JNU സമരനായകൻ കനയ്യകുമാർ. ആസാദി സംഗമത്തിൽ പങ്കെടുത്താനെത്തിയതായിരുന്നു കനയ്യകുമാർ. UP തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വർഗീയ ധ്രുവീകരണത്തിന് BJP ശ്രമിക്കുകയാണെന്ന് കനയ്യകുമാർ പറഞ്ഞു. JNU കാമ്പസിനെ പ്രകമ്പനം കൊള്ളിച്ച ആസാദി മുദ്രാവാക്യം കനയ്യയ്ക്കൊപ്പം പ്രായഭേദമന്യേ സദസ്സും ഏറ്റുചൊല്ലി. UP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വർഗീയ ധ്രുവീകരണത്തിന് മോഡി ശ്രമിക്കുകയാണെന്ന് ആസാദി സംഗമം ഉദ്ഘാടനം ചെയ്ത് കനയ്യകുമാർ പറഞ്ഞു. വർഗീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ മതേതര ശക്തികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് കനയ്യ ഓർമ്മിപ്പിച്ചു. മുൻ MPയും CPIM എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായ P. രാജീവ്, MLAമാരായ ഹൈബി ഈഡൻ, മുഹമ്മദ് മുഹസിൻ, SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൽ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയായ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് പണി ആരംഭിച്ച ആയിരങ്ങൾ തലചായ്ക്കാനിടമില്ലാതെ ദുരിതത്തിലാണ്. കേന്ദ്രവിഹിതം ലഭിക്കാത്തതിനാൽ തുടങ്ങിവെച്ച വീട് പണി പൂർത്തിയാക്കാനാകാതെ അന്തിയുറങ്ങുന്നത് പാറക്കൊട്ടിലുള്ളിലും സുരക്ഷിതമല്ലാത്ത ഗൃഹങ്ങളിലും. ഇടുക്കി രേഖയ്ക്ക് താഴെയുള്ള രാജ്യത്തെ പട്ടിണിപ്പാവങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പാർപ്പിട നിർമ്മാണ പദ്ധതിയായ ഇന്ദിരാ ആവാസ് യോജന പദ്ധതിയാണ് സംസ്ഥാനത്ത് താളം തെറ്റുന്നത്. പദ്ധതിയുടെ കേന്ദ്രവിഹിതം കൃത്യമായി മോദി സർക്കാർ നൽകാത്തതാണ് പാവപ്പെട്ടവർക്ക് തിരിച്ചടിയായിരിക്കുന്നത്. 2013-2014 സാമ്പത്തിക വർഷത്തിലെയും 2014-2015 സാമ്പത്തിക വർഷത്തെയും കേന്ദ്രവിഹിതം ഇനിയും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. പദ്ധതി വിശ്വസിച്ച് 3 സെന്റിലെയും 5 സെന്റിലെയും കുടിലുകൾ പൊളിച്ച് വീട് നിർമ്മാണം ആരംഭിച്ച ആദിവാസികൾ അടക്കമുള്ളവരാണ് കാലവർഷക്കെടുതി അനുഭവിച്ച് ദുരിതം പേറുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താവായ ഇടുക്കി മൂലമറ്റത്തെ പ്രസാദും കുടുംബവും കഴിയുന്നത് പാറക്കെട്ടിനുള്ളിലാണ്. ഇവർക്കും പദ്ധതിയുടെ ഗഡുക്കൾ ഇനിയും അനുവദിച്ചിട്ടില്ല. ആ പാറയാണ് ഇതിന്റെ അടിയിൽ. ആ പാറ മുകളിൽ ഇച്ചിരി മണ്ണ് ഇട്ടുള്ളൂ. ആ മണ്ണ് അടികൂടെ വെള്ളം ഞങ്ങള് ജീവനെ പേടിച്ചിട്ട് ഞങ്ങൾ രാത്രി ഉറക്കമില്ല. എന്റെ അമ്മേനെ രാത്രി പുലർച്ചെ രാത്രി വന്നിട്ട് നോക്കും മക്കളുണ്ടോന്ന്. അവർക്ക് അത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത്തരത്തിൽ താൽക്കാലിക ഷെഡിൽ അന്തിയുറങ്ങുന്ന നിരവധി ജീവനുകൾ സംസ്ഥാനത്തുണ്ട്. അന്തിയുറങ്ങിയ കിടപ്പാടം പൊളിച്ച് സർക്കാരിനെ വിശ്വസിച്ച് സുരക്ഷിത വീട് നിർമ്മിക്കാമെന്ന് സ്വപ്നം കണ്ടവരാണ് അച്ഛാദിനു പകരം ഇരുട്ടിന്റെ അന്ധകാരം പേറി ജീവിതത്തോട് മല്ലിടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലം. സംസ്ഥാനത്ത് 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി മുതൽ തുടങ്ങി. ജൂലൈ 31 വരെയാണ് നിരോധനം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി യന്ത്രവൽകൃത ബോട്ടുകൾ കടലിലിറക്കാൻ പാടില്ല. തീരദേശത്തെ ഡീസൽ പമ്പുകൾ ഇന്നു മുതൽ അടച്ചിടും. 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പരമ്പരാഗത രീതിയിൽ മത്സ്യബന്ധനത്തിന് നിരോധനം ബാധകമല്ല. വള്ളങ്ങൾക്ക് ആവശ്യമായ ഡീസൽ മത്സ്യഫെഡിന്റെ ഡീസൽ പമ്പിൽ നിന്ന് ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അധീനതയിലുള്ള ഡിഗോഗർഷ്യ ദ്വീപിൽ തടവിലായ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രം ഉറപ്പ് നൽകിയത്. കടൽക്ഷോഭം പ്രകൃതി ദുരന്തത്തിന്റെ പട്ടികയിൽപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധന വേളയിലെ പഞ്ഞനാളുകളിൽ തീരമേഖലയ്ക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് ഫിഷറീസ് വകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. പഞ്ഞമാസ സഹായധനം നിലവിലെ 2700 രൂപയിൽ നിന്ന് 4500 രൂപയാക്കി ഉയർത്തുന്നതായി ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. പഞ്ഞമാസ സഹായത്തിനുള്ള കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്നാണ് നടപടി.
തീരമേഖലയിലെ ഭവന വായ്പ 1.2 ലക്ഷമായി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചതോടെ സംസ്ഥാന സഹായം കൂടി ഉൾപ്പെടുത്തി ഇനി മുതൽ ഭവന വായ്പ 3 ലക്ഷമായി നൽകും. കടൽക്ഷോഭം പ്രകൃതി ദുരന്തത്തിന്റെ പട്ടികയിൽപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പും കേരളത്തിന് ലഭിച്ചു. ഉൾനാടൻ മത്സ്യകൃഷിക്കായി കുളം നിർമ്മാണത്തിനുള്ള തുക 3 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷമായി ഉയർത്തുമെന്നും ഫിഷറീസ് മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ അധീനതയിലുള്ള ഡിഗോ ഗാർഷ്യ ദ്വീപിൽ തടവിലായ 6 മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുന്നതിന് വേണ്ട ജാമ്യത്തുക നൽകാൻ തയ്യാറാണെന്നും കേരളം കേന്ദ്രത്തെ അറിയിച്ചു. എന്നാൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള പരിധി 12 നോട്ടിക്കൽ മൈലിൽ നിന്ന് 36 നോട്ടിക്കലായി ഉയർത്തണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിന് കേന്ദ്രം വ്യക്തമായ മറുപടി നൽകിയില്ല. മത്സ്യക്കുഞ്ഞു വേട്ട തടയുന്നതിന് നിയമം കർശനമാക്കാൻ അയൽ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോടും കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ്. മെത്രാൻകായൽ അടക്കമുള്ള കോൺഗ്രസ് നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. ബാർ കേസിൽ മാണിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ചു. UDF സർക്കാരിന്റെ അവസാനകാല തീരുമാനങ്ങൾ തിരിച്ചടിയായി. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് കോൺഗ്രസിനെതിരെ വിമർശനമുയർന്നത്. ഘടകകക്ഷികളോടുള്ള കോൺഗ്രസിന്റെ നിലപാടുകളും നേതാക്കളുടെ പരസ്യ പ്രസ്താവനകളും മെത്രാൻകായൽ നികത്തിലടക്കം അവസാന ഘട്ടത്തിലെടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങളും UDFന്റെ പരാജയത്തിന് കാരണമായെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വിലയിരുത്തൽ. ബാർകോഴ കേസിൽ പാർട്ടി ലീഡർ KM മാണിയെ മുഖ്യ പ്രതിസ്ഥാനത്ത് നിർത്തിയ കോൺഗ്രസ് ബറാബസിനെ രക്ഷിക്കൂ, യേശുവിനെ ശിക്ഷിക്കൂ എന്ന യഹൂദരുടെ നിലപാടാണ് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പോടെ സ്വയം ഇല്ലാതായ കോൺഗ്രസ് RSP, JDU തുടങ്ങിയ ഘടകകക്ഷികളെയും ഇല്ലാതാക്കി. കേരള കോൺഗ്രസിനെയും ഇല്ലാതാക്കാൻ ശ്രമം നടന്നു. PJ കുര്യന്റെ അപക്വമായ പ്രസ്താവനകളും നിലപാടുകളുമാണ് തിരുവല്ലയിൽ ജോസഫ് പുതുശ്ശേരിയുടെ തോൽവിക്ക് കാരണമായി. കൂടുതൽ സീറ്റുകൾ വേണമെന്നും ചില സീറ്റുകൾ വച്ചുമാറണമെന്ന ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശി പൂഞ്ഞാറിലും ഏറ്റുമാനൂരിലും തിരിച്ചടിയായി. അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം UDF ചിതറിപ്പോയി. BJP കൂടുതൽ വോട്ടുകൾ നേടിയത് LDFന് 41 മണ്ഡലങ്ങളിൽ ഗുണം ചെയ്തുവെന്നും കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്തി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേർന്നു. DGP മുതൽ ജില്ലാ പോലീസ് മേധാവിമാർ വരെ പങ്കെടുത്ത യോഗത്തിൽ സ്ത്രീ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി. ജനങ്ങളോട് പോലീസ് എങ്ങനെ പെരുമാറണമെന്നും പിണറായി പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി പോലീസ് ആസ്ഥാനത്തെത്തിയ പിണറായി വിജയനെ ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ, DGP ലോക്നാഥ് ബെഹ്റ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പോലീസ് സ്മൃതി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിച്ച മുഖ്യമന്ത്രി തുടർന്ന് സേനാംഗങ്ങൾ നൽകിയ ഗാർഡ് ഓഫ് ഓണറെ പ്രത്യഭിവാദ്യം ചെയ്തു. തുടർന്ന് പോലീസ് ആസ്ഥാനത്ത് ചേർന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും മുഖ്യമന്ത്രി സംബന്ധിച്ചു. കുറ്റകൃത്യങ്ങൾക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. ഫയലുകളിൽ അനാവശ്യ കാലതാമസം ഉണ്ടാവാൻ പാടില്ല. സ്റ്റേഷനിലെത്തുന്ന വൃദ്ധരോടും സ്ത്രീകളോടും മാന്യമായി പെരുമാറണം. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ഓർമ്മിപ്പിച്ചു. 1 മണിക്കൂറിലേറെയാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത്. എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരുമായി മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിച്ചു. ADGPമാരായ R ശ്രീലേഖ, A ഹേമചന്ദ്രൻ, രാജേഷ് ദിവാൻ, ഷെയ്ഖ് ദർവേഷ് സാഹിബ്, B സന്ധ്യ, അനന്തകൃഷ്ണൻ, A സുധേഷ് കുമാർ, IG മാരായ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, S ശ്രീജിത്ത് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് സേനയിലെ വിവിധ SP മാരെ കൂടാതെ ക്രൈംബ്രാഞ്ച്, വിജിലൻസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. S ജീവൻകുമാർ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സിനിമാ താരം മോഹൻലാൽ സന്ദർശിച്ചു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലെത്തിയായിരുന്നു സന്ദർശനം. മുഖ്യമന്ത്രിയും മോഹൻലാലും 15 മിനിറ്റിലേറെ സൗഹൃദ സംഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ എന്നിവർ മോഹൻലാലിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മോഹൻലാൽ പ്രചരണത്തിനിറങ്ങിയിരുന്നു. കൊല്ലത്തെ നന്മ സ്റ്റോറുകളുടെ അറ്റകുറ്റപ്പണികളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പേരെ പ്രതികളാക്കി വിജിലൻസ് കൊല്ലം യൂണിറ്റ് FIR രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പത്തനാപുരം നന്മ സ്റ്റോറിൽ സിവിൽ വർക്കിൽ 36,000 രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. കൺസ്യൂമർ ഫെഡ് സ്പെഷ്യൽ പ്രോജക്ട് സീനിയർ മാനേജർ അനിൽകുമാർ, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വിഭാഗം മാനേജർ ഷാജി, കരാറുകാരനായ വിപിൻ എന്നിവരെ പ്രതി ചേർത്താണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. 2013 കൊല്ലം ജില്ലയിൽ 196 നന്മ സ്റ്റോറുകളിൽ പെയിന്റ് ചെയ്യുന്നതിനും വൈദ്യുതീകരിക്കുന്നതിനും നൽകിയ കരാറിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. പത്തനാപുരം മാലൂരിൽ നന്മ യൂണിറ്റിൽ വിജിലൻസ് നടത്തിയ ത്വരിത പരിശോധനയിൽ മാറിയ ബിൽ തുകയ്ക്ക് അനുസൃതമായ കരാർ പണി നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് 36,000 രൂപയുടെ ക്രമക്കേട് ആരോപിച്ച് വിജിലൻസ് കൊല്ലം DYSP GG തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ക്രമക്കേടിന് ഒത്താശ ചെയ്ത എറണാകുളം സ്പെഷ്യൽ പ്രോജക്ട് സീനിയർ മാനേജർ അനിൽകുമാർ, ബിൽ മാറാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ മാനേജർ ഷാജി, കരാർ ഏറ്റെടുത്ത പിനാക്കിൾ എന്ന സ്ഥാപനത്തിന്റെ ഉടമ ബിവിനെയും 1, 2, 3 പ്രതികളാക്കിയത്.
പത്തനാപുരത്തെ സ്ഥാപനത്തിന് സമാനമായ ക്രമക്കേട് ബാക്കി 195 നന്മ യൂണിറ്റുകളും ഉണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കും. അന്വേഷണം മുകൾ തട്ടിലേക്കും വ്യാപിപ്പിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. കൺസ്യൂമർ ഫെഡ് MD ആയിരിക്കെ ടോമിൻ തച്ചങ്കരി അഴിമതി കണ്ടെത്താൻ നിയോഗിച്ച സമിതി നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് കേസ് വിജിലൻസിന് കൈമാറിയത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഗതാഗതക്കുരുക്കിൽ എന്നും വലയുന്ന കണ്ണൂർ നഗരത്തിന് ഇനിയെങ്കിലും മോചനം. ഒപ്പം മാലിന്യ നിർമ്മാർജ്ജനം, ടൂറിസം വികസനം, കൈത്തറി, ഖാദി വികസനം, നഗരത്തിൽ രാത്രികാലങ്ങളിൽ ഒറ്റപ്പെടുന്ന സ്ത്രീകൾക്ക് പോലും സുരക്ഷിതത്വം. ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണൂരിന്റെ MLAയും ഒപ്പം മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ. UDFന്റെ കുത്തകയായിരുന്ന കണ്ണൂർ മണ്ഡലത്തിൽ സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തി 40 വർഷങ്ങൾക്ക് ശേഷം മണ്ഡലത്തിലെ ഇടതുപക്ഷ സാന്നിധ്യമുറപ്പിച്ച കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന 72-കാരനിൽ ഏറെ പ്രതീക്ഷകളുണ്ട് മണ്ഡലത്തിന്. ഗതാഗതക്കുരുക്കും ശുദ്ധജലക്ഷാമവും മാലിന്യ പ്രശ്നങ്ങളും കണ്ണൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനൊരു പരിഹാരം എന്നത് തന്നെയാണ് മണ്ഡലം MLA കൂടിയായ മന്ത്രിയുടെ ലക്ഷ്യവും. കണ്ണൂരിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വാഹനങ്ങളും വളരെ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരുപാട് അനുഭവമായിട്ടുണ്ട്. അവയ്ക്ക് പരിഹാരം കാണാൻ ചൊവ്വ പാലത്തിൻ്റെ ആ പാലം നിർമ്മാണം ഒന്ന് ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബൈപ്പാസ് നിർമ്മാണം ഈ വാഹന കുരുക്ക് തീർക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ, ശുദ്ധജല വിതരണത്തിൻ്റെ, പയ്യാമ്പലത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രം, ചില പഞ്ചായത്തുകളിൽ ഈ കൈത്തറി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ മേഖലയുടെ ഒരു പുനഃക്രമീകരണം, പുനരുദ്ധാരണം, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്കിപ്പോൾ അതേപോലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തൊരു വിഷയമുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷ, വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവായ നയത്തിൽ നിന്നുകൊണ്ട് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിന് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളെ ആധാരമാക്കി വിവിധ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആദ്യത്തെ ആഗ്രഹം. കണ്ണൂർ മണ്ഡലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നഗരത്തിലെ ഗതാഗത പ്രശ്നം തന്നെയാണ്. അതിന് പരിഹാരമുണ്ടാക്കുമെന്ന് തന്നെയാണ് മണ്ഡലത്തിലെ MLA എന്നതിലപ്പുറം മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, ജലവിതരണത്തിനും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ, ടൂറിസം ഇവയ്ക്കെല്ലാം തന്നെ മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറയുന്നു. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. 17 ഏക്കർ കൃഷിഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് നരിക്കുന്ന് സ്വദേശി പരീത്. ഫലവർഗ്ഗങ്ങൾക്കും പച്ചക്കറികൾക്കും പുറമെ പൂച്ചെടികളും പരീതിന്റെ തോട്ടത്തിലെ താരങ്ങളാണ്. മണ്ണിന്റെ മണമുള്ള കായ്കനികൾ വിളയിച്ചെടുക്കുന്നത് കോഴിക്കോട് നരിക്കുനി സ്വദേശി പരിയേയി എന്ന പരീത് കാക്കയ്ക്ക് പോരാട്ടം കൂടിയാണ്. അതിജീവനത്തിന്റെ മാത്രമല്ല, മണ്ണിൽ കുഴിച്ചിട്ട് പരിപാലിച്ചാൽ ബലം തരാത്ത കായ്കനികളിൽ എന്ന പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന പോരാട്ടം. അങ്ങു മണലാരണ്യത്തിൽ ജീവിതം വേരുപിടിക്കാതെയായപ്പോഴാണ് പച്ചപ്പ് തേടി പരീത് നാട്ടിലെ മണ്ണിലേക്കിറങ്ങിയത്. വീട്ടുമുറ്റത്തെ വിളകളിൽ ജീവിതം പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി തുടങ്ങി. ഇന്ന് വിവിധ പ്രദേശങ്ങളിലായി 17 ഏക്കറോളം സ്ഥലത്ത് വിളകൾ വിളയിച്ചെടുക്കുന്നുണ്ട് ഈ കർഷകൻ. തെങ്ങ്, നെല്ല്, റബ്ബർ, കൊക്കോ, കാപ്പി, വാഴ, കപ്പ, കറിവേപ്പില, വിവിധ ഇനം മാവിൻ തൈകൾ, പപ്പായ, സപ്പോട്ട, റംബൂട്ടാൻ, മാങ്കോസ്റ്റീൻ, അമ്പഴങ്ങ എന്നിങ്ങനെ പട്ടിക 100-ലേറെ ഇനങ്ങളിലേക്ക് നീളും. വായ, പൂള, നെല്ല്, ഒരുവിധം എല്ലാ സാധനവും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും വന്ന് പഠിക്കാനും ഈ ഇങ്ങനെ ഒരു ഇത് കണ്ട് മനസ്സിലാക്കി അവരെ അയൽവക്കക്കാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നല്ല എല്ലാ രീതിയിലും ഞങ്ങൾ കാണിച്ചും പറഞ്ഞും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഓരോ ചെടീനെയും കറ്റും. അപ്പോൾ എന്ത് സാധനവും നമ്മളെ മണ്ണിലുണ്ടാവും എന്നുള്ള തെളിവാണ് ഇത് കാണിക്കുന്നതിൻ്റെ പ്രത്യേകത. വേഗത്തിൽ വിളവെടുക്കാവുന്ന മേന്മയുള്ള തൈകൾ ശേഖരിച്ചു ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതാണ് പരീതിന്റെ രീതി. തൈകളെല്ലാം സ്വന്തം പോളിഫാമിൽ വിളയിച്ചെടുക്കും. ജൈവവളവും സ്വന്തമായി നിർമ്മിക്കും. ജൈവവളവും തൈകളും വിപണനത്തിനും ഉപയോഗിക്കുന്നുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയുടെ മികച്ച കർഷകനുള്ള പുരസ്കാരമടക്കം ജൈവകൃഷിക്ക് നിരവധി പുരസ്കാരങ്ങൾ ഈ കർഷകനെ തേടിയെത്തിയിട്ടുണ്ട്. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് സൗജന്യമായി കൃഷിരീതിയും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പരീത് ക. വിളയിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കൃഷികളുമുണ്ട് പരീത് ഖാന്റെ ഈ തോട്ടത്തിൽ. കാലം മറന്നുവെച്ച ചില നാട്ടറിവുകൾ ഓർമ്മിപ്പിക്കുന്ന വിളനിലത്തിൽ നിന്നും ക്യാമറാമാൻ ഫിറോഷിനൊപ്പം വിനിഷ വൃന്ദാവൻ.